ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. വയനാട് രാഹുൽ ഗാന്ധിയും ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാലും മത്സരിക്കും. മുരളീധരന് പകരം ഷാഫി പറമ്പിലാണ് വടകരയിൽ സ്ഥാനാർത്ഥി. ഡൽഹിയിൽ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും എത്തുമ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കും. വടകരയിൽ സർപ്രൈസ് എൻട്രിയായി ഷാഫി പറമ്പിൽ. തൃശൂരിൽ കെ മുരളീധരനാണ് സ്ഥാനാർത്ഥി. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, കണ്ണൂർ കെ സുധാകരൻ, വടകര ഷാഫി പറമ്പിൽ, വയനാട് ഫോമർ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധി, കോഴിക്കോട് ശ്രീ എം കെ രാഘവൻ, പാലക്കാട് ശ്രീ വി കെ ശ്രീകണ്ഠൻ, ആലത്തൂർ മിസ് രമ്യ ഹരിദാസ്, തൃശൂർ കെ മുരളീധരൻ, ചാലക്കുടി ബെന്നി ബെഹനാൻ, എറണാകുളം ഹൈബി ഈഡൻ, ഇടുക്കി ഡീൻ കുര്യാക്കോസ്, ആലപ്പുഴ ശ്രീ കെ.സി. വേണുഗോപാൽ, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, പത്തനംതിട്ട ആന്റോ ആന്റണി, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, തിരുവനന്തപുരം ഡോക്ടർ ശശി തരൂർ. കണ്ണൂരിൽ കെ സുധാകരൻ മാറി നിൽക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നുവെങ്കിലും സിറ്റിംഗ് സീറ്റിൽ മാറ്റം വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. തൃശൂർ എം പിയായിരുന്ന ടി.എൻ. പ്രതാപനാണ് കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് ചുമതല. മറ്റ് സീറ്റുകളിൽ സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കും. കളം പിടിക്കാൻ കരുത്തരായ നേതാക്കളെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതോടെ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായി. കേരളത്തിലേത് കൂടാതെ ഛത്തീസ്ഗഡ്, കർണാടക, മേഘാലയ, നാഗാലാൻഡ്, സിക്കിം, തെലങ്കാന, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലേതടക്കം 36 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് പ്രഖ്യാപിച്ചത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.